ഭക്തിസാന്ദ്രമാണ് തലസ്ഥാനം. ഭക്തലക്ഷങ്ങളാണ് ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കാൻ തലസ്ഥാനത്തേക്ക് കഴിഞ്ഞ 2 ദിവസമായി ഒഴുകിയെത്തുന്നത്. രാവിലെ 9:45 അടുപ്പുവിട്ട് ചടങ്ങ് ആരംഭിക്കും. 2:15 നിവേദ്യം. ചന്ദ്രഗ്രഹണമായതിനാൽ ഉച്ചകഴിഞ്ഞ് 3:10 മുതൽ രാത്രി 7 വരെ ക്ഷേത്ര ദർശനം ഉണ്ടാകില്ല. പ്രത്യേകം ട്രെയിൻ ബസ് സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് തന്നെ നവമി ദിനേശും രേണുകയുമുണ്ട്. ഒപ്പം നാദിറ മെഹറീൻ, അനുശ്രീ കളപ്പുരയ്ക്കൽ, നിലീന ജോയ് എന്ന ഞങ്ങളുടെ പ്രധാനപ്പെട്ട പ്രതിനിധികളെല്ലാം വിശദാംശങ്ങളുമായി ചേരും. ആദ്യം നവമിയിലേക്ക്. നവമി ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ആറ്റുകാൽ പൊങ്കാല നടക്കുന്നതിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും, നവമിയും രേണുകയുമുണ്ട്. എന്താണ് അവിടുത്തെ കാഴ്ചകൾ? രാവിലെ മുതൽ തന്നെ ഒരുപാട് ആളുകൾ അവിടെ തയ്യാറായിരിക്കുകയാണ്. രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഭക്തിസാന്ദ്രമായിരിക്കുകയാണ് നമ്മുടെ തലസ്ഥാനം. ഇവിടെ നമ്മൾ ഈ ദൃശ്യങ്ങൾ തന്നെ കാണുമ്പോഴറിയാം, വലിയ തിരക്കാണ്. പുലർച്ചെ മുതൽ തന്നെ ഇന്ന് ദേവിയെ കണ്ട് തൊഴുതതിന് ശേഷം പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഭക്തർ, നമ്മുടെ സ്ത്രീജനങ്ങൾ എല്ലാവരും തന്നെ ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായി പൊങ്കാല ഇടുന്നവരുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും ഓരോ വർഷം കഴിയും തോറും അവരുടെ വിശ്വാസം വർദ്ധിച്ചു വരികയാണ്. ഇതൊരു ആഘോഷം തന്നെയാണ്. തിരുവനന്തപുരക്കാരെ സംബന്ധിച്ച് വലിയൊരു ആഘോഷത്തിന്റെ സമയം കൂടിയാണ്. വലിയ ഒരുക്കങ്ങൾ തന്നെയാണ് ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തും ഒരുക്കിയിരിക്കുന്നത്. ഈ പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്ത്രീജനങ്ങളെല്ലാം തന്നെ നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ തയ്യാറായിട്ടുണ്ട്. എന്നോടൊപ്പം രേണുകയും കൂടി ചേരുന്നുണ്ട്. രേണുക, നമ്മളിവിടെ വരുമ്പോൾ തന്നെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. എല്ലാവരും സുന്ദരികളായി വന്നിരിക്കുന്ന കാഴ്ചകളാണ്. അത് തന്നെയാണ് നമ്മളെ കൂടുതൽ ആനന്ദപ്രദമാക്കുന്നത്, അല്ലേ? ഏറ്റവും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം എന്ന് തന്നെ പറയാം. ഓരോരുത്തരും അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അമ്മയുടെ ഒരു ദർശനം കിട്ടാനായി ക്യൂ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് പിന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പ് അവസാനിക്കുന്ന ദിവസമാണ്. 9:15 കൂടി തന്നെ ചടങ്ങുകൾ ആരംഭിക്കും. 9:45 അടുപ്പുകെട്ട് തുടങ്ങും. അതിനുവേണ്ടി ഇനി ഏതാണ്ട് മണിക്കൂറുകളുടെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ ഇത്ര മണിക്കൂർ, ഒരു വർഷത്തെ കാത്തിരിപ്പ് അവസാനിക്കുന്നു. ഇനി വെറും മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമുണ്ട്. എല്ലാവരും അതിനു മുൻപ് ഒരു ദർശനം സാധ്യമാകുമോ എന്ന് തേടി എത്തിയിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. കാണാം, ആളുകൾ ഓടുകയാണ്. കാരണം എത്ര പെട്ടെന്നാണ് ഓരോ ഗ്യാപ്പ് അടയ്ക്കുന്നതെന്ന് അറിയില്ല. അപ്പൊ അതിനു മുൻപ് എത്രയും വേഗം ദേവിയുടെ അടുത്തേക്ക് എത്താൻ കഴിയുമോ അത്രയും വേഗത്തിൽ ഓടിയാണ് അടുത്തേക്ക് നമുക്ക് ചോദിക്കാം. ചേച്ചി, കാണാൻ പറ്റിയില്ല? കാണാൻ പറ്റിയില്ല. എന്നാലും 6 മണിക്ക് രാവിലെ വന്നതാ. ഒരു തിരക്ക്. രാവിലെ 6 മണിക്ക് അപ്പോൾ തൊട്ട് ഇതിന്റെ വിറക്കെ നടക്കുക. കാണാൻ പറ്റത്തില്ല. ശ്രമിക്കുക. ചേച്ചി എപ്പം ക്യൂവിൽ കയറി? ഞങ്ങളിപ്പോഴ് ഇന്നലെ വന്നിട്ട് 2 പ്രാവശ്യം വന്ന് തിരിച്ചു പോയി. പിന്നെ ഇപ്പോഴും വന്ന് കഴിഞ്ഞ തവണത്തെക്കാളും ഭയങ്കര തിരക്ക് കൂടുതൽ. എവിടെയാ പൊങ്കാല എടുത്തത്? കുരിയാക്കി. ചേച്ചി എത്ര വർഷമായി വരുന്നുണ്ട്? 3 വർഷം. ചേച്ചി എത്ര വർഷമായി? ഞാൻ കുഞ്ഞുനാൾ മുതലേ വരും. എല്ലാ തവണയും കാണാതെ ഇപ്രാവശ്യം മാത്രമേ ഉള്ളൂ ഇങ്ങനെ കാണാൻ സാധിക്കാത്തതല്ലേ? ഇവിടെ വലിയ തിരക്കാണ്. നമ്മൾ കാണാം, ജനസാഗരമാണ്. ആളുകൾക്ക് പുലർച്ചെ 4 മണിക്കൊക്കെ. ശരിക്കും പറഞ്ഞാല് ഈ ലൈൻ നേരെ നോക്കുകയാണെങ്കിൽ കിലോമീറ്ററുകളോളം ദൈർഘ്യമുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. അത്രമാത്രമാണ്. ഈ ഓരോ ലൈൻ തിരിച്ച് ക്രമീകരിച്ചിരിക്കുകയാണ്. അവരെ ദർശനത്തിന് വേണ്ടി കടത്തിവിടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇനി കാത്തുനിന്നാൽ നടക്കില്ല എന്ന് കരുതി ആ ലൈനിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നവരെയാണ് നമ്മൾ കാണുന്നത്. ഇതിൽ ലൈനിൽ പെട്ടവർക്ക് ഇനി ഞങ്ങൾക്ക് ഉടൻ അമ്മയെ ദർശിക്കാമല്ലോ എന്നുള്ളൊരു ആശ്വാസമാണുള്ളത്. എന്നാൽ ഒരുപാട് പിന്നിലായവർക്ക് ഈ 9:15 ചടങ്ങുകൾ തുടങ്ങുന്നതിന് മുൻപ് അവരുടെ കലങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് തിരിച്ചു പോകേണ്ടതൊക്കെയുണ്ട്. അപ്പോൾ അത് സാധ്യമാകുമോ എന്നൊരു ആശങ്കയൊക്കെ ഉണ്ട്. അപ്പോൾ പല വിധത്തിലുള്ള ചിന്തകളാണ് ഓരോരുത്തരുടെയും മനസ്സിൽ. അപ്പോഴും അമ്മയ്ക്ക് നിവേദ്യം അർപ്പിക്കുക, അതിന്റെ പുണ്യം തേടുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന് വന്നവരാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ന്യൂസ് 18 പ്രേക്ഷകരോട് പറയണ്ടേ, ഞാനുണ്ട്, നവമിയുണ്ട്. നവമി ഇന്നലെ മുതൽ തന്നെ ഇവിടെ ഉള്ളതാണ്. നാദിറയുണ്ട്, അനുശ്രീയുണ്ട്. ഒപ്പം ഞങ്ങളുടെ മറ്റ് ബ്യൂറോയിലെ ആരോടും മറ്റ് ആളുകളും ഒക്കെയുണ്ട്. ഞങ്ങൾ തിരുവനന്തപുരത്തിന്റെ പല ഭാഗത്തായുണ്ട്. ഒപ്പപ്പോൾ
പൊങ്കാലയുടെ വിശേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഞങ്ങളുടെ ഇന്നത്തെ ദൗത്യം. നവമി, ഓരോ വർഷം കഴിയുന്തോറും ആളുകളുടെ എണ്ണം കൂടുന്നു. ഇത് നമ്മൾ വെറുതെ പറയുന്നതാണോ എന്ന് തോന്നും. പക്ഷേ കഴിഞ്ഞ തവണ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളുടെ ഓഫീസിന്റെ ആ പരിസരത്തൊന്നും, ഏതാണ്ട് നമ്മളുടെ ഇവിടുന്ന് 10-12 കിലോമീറ്റർ ദൂരമുണ്ട്, അവിടെ ഒന്നും കലങ്ങളില്ലായിരുന്നു. പക്ഷേ ഇന്ന് അവിടെ വരെ കലങ്ങൾ എത്തിയിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. രേണുക, ഇന്നലെ ഞാൻ രാവിലെ വന്ന് ഇവിടെ നിന്ന് ആളുകളോടൊക്കെ ചോദിക്കുമ്പോൾ ഭക്തർ പറയുന്നത് ഞങ്ങൾക്ക് ഇന്ന് കാണാൻ കഴിയുന്നില്ല. കഴിഞ്ഞ വർഷങ്ങളായി ഇവിടെ വരുന്നവരുണ്ട്, പക്ഷെ അവരെ സംബന്ധിച്ച് ഇത്തവണ കാണാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. ചേച്ചി, നല്ല തിരക്കാണല്ലേ? അതെ അതെ, നല്ല കഴിഞ്ഞ തവണത്തെക്കാളും കൂടുതലാണ്. ഓ അതെ അതെ കൂടുതലാണ്. ഞങ്ങളെ പാലക്കാട് ഇന്നലെ എത്തിയോപ്പോ? ഇന്നലെ വന്നു. ഇന്നലെ ദർശനത്തിന് വന്നിരുന്നോ? പക്ഷെ കാണാൻ പറ്റിയില്ല. പാലക്കാട് നിന്ന് എത്തി, ഇന്നലെ ദർശനത്തിന് ഇവിടെ വരെ വന്നു, പറ്റിയില്ല. ഇന്ന് ഇനിയിപ്പോൾ 9:15 ചടങ്ങുകൾ തുടങ്ങും. അതിന് മുമ്പ് കാണാൻ പറ്റും. ഞങ്ങൾ പോയിട്ട് വെക്കാ പറഞ്ഞിട്ടല്ല, അടുപ്പ് എവിടെ അടുപ്പ് എവിടെ കൂട്ടിയിരിക്കുന്നത്? ഒരുപാട് ദൂരം ബന്ധുക്കളായിരിക്കും ആ സ്ഥലം പിടിച്ചത്. അല്ലെങ്കിൽ ഈ സമയത്ത് കിട്ടില്ല. ഇന്നലെയും ശ്രമിച്ചു, ഇന്നെങ്കിലും ദർശനം കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. എപ്പോഴാ കയറിയത്? ക്യൂല് കയറി. എത്ര മണിക്ക് കയറി? അപ്പൊ ഒരു 7:00. അല്ല, 6:30 കയറി. ഓക്കെ, എന്തായാലും ഇതുപോലെ പാലക്കാട് നിന്ന് എത്തിയവരെയാണ് നമ്മൾ കാണുന്നത്. കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന് എത്തിയവരാണ്. ഇവർക്കൊക്കെ ആതിഥ്യം അരുളി എത്രയോ ദിവസമായി തിരുവനന്തപുരത്തുകാർ ഇങ്ങനെ ഈ ഒരു ദിവസത്തിനായി കാത്തിരിക്കുന്നതാണ്. എന്തായാലും പാലക്കാട് നിന്ന് വന്ന അവർക്ക് ഇപ്പോഴെങ്കിലും ഒരു ദർശനം കിട്ടട്ടെ എന്ന് പറയാം. കാരണം ഇന്ന് ചന്ദ്രഗ്രഹണമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്ഷേത്രമാണ്. അതെ, ക്ഷേത്രം നേരത്തെ അടയ്ക്കും, പിന്നീട് രാത്രി 7 മണിക്ക് ശേഷമേ തുറക്കും. ആ സമയത്ത് കാണാൻ കഴിയാത്തത് കൊണ്ട് രാവിലെ തന്നെ വന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിക്കുന്നവരാണ് ഏറ്റവും കൂടുതലും. നമ്മൾ ഇവിടെ വരുന്ന കാഴ്ച തന്നെ, നമ്മൾ ഈ രാവിലെ പുലർച്ചെ നമ്മളൊരു 4 മണിയായപ്പോ ഈ ക്ഷേത്രത്തിൽ, ഒരു 4:30 ക്ഷേത്രത്തിൽ എത്തി. അപ്പൊ മുതൽ തന്നെ എല്ലാവരും തയ്യാറായിരിക്കുകയാണ്. ആ ശർക്കര അരിയുന്നു, തേങ്ങ ചിരകുന്നു, അങ്ങനെ ദിവസം എല്ലാവർക്കും. അതെ അതെ, അവരെ സംബന്ധിച്ച് വലിയൊരു ആഘോഷമാണ് ഈ ഒരു ദിവസം. ഈ പൊങ്കാല ഇടുന്നതിന് മുൻപുള്ള ആ ഒരു നിമിഷമുണ്ടല്ലോ, അതായിരിക്കും അവർ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത്. തീർച്ചയായും. അപ്പോ ഇന്നലെ മുതൽ അവർക്ക് ഉറക്കമില്ലാത്ത ദിവസം എന്ന് തന്നെ പറയാം. അപ്പോൾ അവർ ഈ പൊങ്കാല ഇടുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഭണ്ഡാരടുപ്പിലേക്ക് തീ പകരുക എന്നൊരു കാര്യം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതുവരെയുള്ള എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും അവർ പൂർത്തിയാക്കി വെച്ചതിന് ശേഷമാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ ഉറക്കമില്ലാത്ത ദിവസം എന്ന് പറയുമ്പോൾ 9ാമത്തെ ദിവസമാണല്ലോ പൊങ്കാല. ഈ 9 ദിവസവും ഇതൊക്കെ തന്നെയാണ് സാഹചര്യം. ഓരോ ദിവസം മുൻപെത്തിയവരുണ്ടാകും. അതോടൊപ്പം തന്നെ രാവിലെ താലപ്പൊലി ഉണ്ടായിരുന്നു. കുഞ്ഞു കുട്ടികളൊക്കെ രാവിലെ ഈ ഉറക്ക ഒഴിച്ചിരുന്നിട്ട് അവർ ഇത്തരത്തില് ഈ താലപ്പൊലിക്ക് വേണ്ടി അവരുടെ അച്ഛനും അമ്മയും ഒക്കെ എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചകളും അതിമനോഹരമാണ്. ഇവിടെ ഓരോ ദിക്കിൽ ചെന്നാലും ഓരോരോ കാഴ്ചകളാണ്. അതെല്ലാം നമുക്ക് വലിയ സന്തോഷം നമ്മൾ കണ്ടുമുട്ടുന്നവർക്ക് പറയാനുള്ളതും ഓരോരോ കാര്യങ്ങളാണ്. ഓരോരുത്തർക്കും അമ്മയെ കാണാൻ വരാൻ, അവിടെ ഒരു പൊങ്കാല അർപ്പിക്കാൻ ഓരോരോ കാരണങ്ങളാണ്. അത് ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ അമ്മ രക്ഷിച്ചു എന്നുള്ള വിശ്വാസമായിരിക്കാം, അല്ലെങ്കിൽ രക്ഷിക്കാൻ അമ്മയുണ്ട് എന്ന വിശ്വാസമായിരിക്കാം. അങ്ങനെ ഓരോരോ കാരണങ്ങളാണ്. നാദിറ, നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഇനി പോകാനുള്ളത് നാദിറയുടെ അടുത്തേക്കാണ്. ഞങ്ങൾ ഇവിടെ വരുന്ന പൊങ്കാല ഇടാൻ വരുന്ന സെലിബ്രിറ്റികളുടെ ഒക്കെ വിശേഷങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാനാണ് നാദിറ മെഹറിനെ നമ്മളുടെ റിപ്പോർട്ടിംഗ് ടീമിനൊപ്പം ചേർത്തത്. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടിങ്ങിന് വന്ന നാദിറനെ ആളുകൾ ഒന്ന് സെൽഫി എടുക്കാൻ വിളിച്ചോണ്ട് പോവാണ്. നാദിറ സെലിബ്രിറ്റിയാണ്. നമുക്ക് റിപ്പോർട്ടിങ്ങിന് കിട്ടാത്ത അവസ്ഥയാണ്. എല്ലാവർക്കും ഒപ്പം സെൽഫി എടുക്കാനുള്ള തിരക്കാണ് നാദിറയ്ക്കുള്ളത്. എന്തായാലും ആ തിരക്കിനിടയിൽ നിന്ന് നാദിറ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നാദിറ, ഈ നാദിറയിലേക്ക് വരാം. ഉടനെ വരാമെന്ന് തോന്നുന്നു. ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. പക്ഷെ രേണുക, ഉടനെ മറ്റു നമ്മുടെ റിപ്പോർട്ടേഴ്സ് എല്ലാവരും തയ്യാറായി കഴിഞ്ഞു. ഇപ്പൊ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഒഴിച്ചിടുന്ന സ്ഥലമാണ്. അവിടെ ഓടി വരികയാണ്. അടുത്ത ക്യൂ കുറച്ചു പേർ കയറി കഴിഞ്ഞാൽ ഒഴിവ് വരുന്ന ആ സ്ഥലമാണ്. അവിടേക്ക് കയറ്റി വിടുമ്പോഴുള്ള സന്തോഷമാണ് നമ്മൾ കാണുന്നത്. എത്ര ഈ ക്യൂവിന് അടുത്തേക്ക് വരുന്നു, അത്രമാത്രം സന്തോഷവും പ്രതീക്ഷയുമാണ് അവർക്ക്. ഇനി ഒരു ദർശനം സാധ്യമാകുമല്ലോ എന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് അവർ. ദിവസം ദേവിയെ കണ്ടാൽ കുറച്ചുകൂടി സന്തോഷം ഇരട്ടിക്കുക, അല്ലെങ്കിൽ ഐശ്വര്യം വരുമെന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ്. നമുക്ക് അടുത്ത നമ്മുടെ റിപ്പോർട്ടർ റെഡിയാണ്. വന്നുകൊണ്ടിരിക്കുന്ന
കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് തിരുവനന്തപുരത്തേക്ക് എത്തിയത് എറണാകുളത്ത് നിന്ന്. ട്രെയിനുകൾ വരുന്ന സമയത്ത് പോലും നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ ഈ ആളുകൾ ഈ സാധനങ്ങളുമായിട്ട് സ്റ്റേഷനിൽ കിടക്കുകയാണ്. 3 ദിവസം ഇപ്പോഴും ആ ഒഴുക്ക് തുടരുന്നുണ്ടാവും. ഇപ്പൊ വരുന്നവരൊക്കെ പക്ഷേ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലൊക്കെ നിന്ന് പൊങ്കാല ഇറങ്ങാതെ മടങ്ങേണ്ട സാഹചര്യമായിരിക്കും. അനുശ്രീ, എന്താണ് തമ്പാനൂരിലെ കാഴ്ച? ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണോ? ഞാൻ